കോളേജിലെ പെൺമക്കളോടല്ല, കേരളത്തിലുള്ള മുഴുവൻ പെൺകുട്ടികളോടും ചോദിക്കാൻ നാണമില്ലേ നിനക്കൊക്കെ? നാണമില്ലേ നിങ്ങൾക്കൊക്കെ? നിങ്ങൾക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ നിങ്ങളുടെ ഈ മൗനവും ഈ പറഞ്ഞ കട്പുത്തലി പോലെ, ഇന്ത്യയിൽ പറയുന്നതാണ് മാനുക്വീൻ പോലെ കെട്ടി അലങ്കരിക്കാൻ നിന്നുകൊടുക്കുന്ന, ടൂളായി വിട്ടുകൊടുക്കുന്ന നിങ്ങളുടെ ഒരു ശരീരമുണ്ടല്ലോ, ആ ശരീരം ഫ്രീസാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന പ്രവർത്തനം, അത് മറ്റേ റാംജി റാവു സ്പീക്കിംഗിലെ സിനിമയിൽ പറഞ്ഞാലേ, ആ പ്രവർത്തനം ആദ്യം അവസാനിപ്പിക്കും. ഇനി അതല്ല, കുറച്ചു പേർക്ക് ഇതങ്ങ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലെന്നാണെങ്കിൽ പോയി പണിയെടുത്ത് സ്വന്തമായി പണം ഉണ്ടാക്കി പോയി നടത്തൂ. എന്താ റൈറ്റ് അല്ലേ? ഈ സേവ് ദ ഡേറ്റും മണ്ണാങ്കട്ടയും ഒക്കെ നിങ്ങൾക്ക് നടത്തണമെങ്കിൽ പാവപ്പെട്ട അച്ഛനമ്മമാർ അരി കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, രോഗം വന്നാൽ മരുന്ന് വാങ്ങാതെ കരുതി വെച്ച, ഉറുമ്പിനെ പോലെ കരുതി വെച്ച പണം കൊണ്ടുപോയി ആറ്റിലൊഴുക്കുന്നു, തോട്ടിലൊഴുക്കുന്നു, കടലിൽ കുളിക്കുന്നു, മൈലാഞ്ചിയാക്കി കളയുന്നു, പോത്തീസിന്റെ പട്ടായി കളയുന്നു, പിന്നെ എന്തൊക്കെയാ സംഭവിക്കുന്നേ? അവിടെയാണ് മകളെ ഭയം പോകാതിരിക്കുക. മനസ്സിലായില്ലേ? ഭയത്തിന്റെ വഴികളാണ്. നിങ്ങൾ അലങ്കാര വസ്തുക്കളായി നിന്നു കൊടുത്താൽ നിങ്ങളിലേക്ക് അലങ്കാരങ്ങൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് കഴുത്തു നോക്കാൻ പറ്റില്ല. ഒരിക്കലും നിങ്ങൾക്ക് ആടയാഭരണങ്ങൾ, പിന്നീട് വരുന്ന ആടയാഭരണങ്ങളാണ് അടി, ഇടി, തൊഴി, മണ്ണെണ്ണ സ്റ്റവ് പൊട്ടല്, ഗ്യാസ് പൊട്ടല്, ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കല്, മറ്റേത് അതൊക്കെ ആഭരണങ്ങളാണ്. ഇതിന്റെ പിന്നാലെ വരുന്നതാണ്. എന്തുകൊണ്ട്? ഇതാണ് ലോജിക്കൽ തോട്ട്. നിങ്ങൾ ഇതിന്റെ ആഡംബരാംശം മാത്രമേ കാണുന്നുള്ളൂ. ഒറ്റ ദിവസത്തേത്. എത്ര പേരാണ് ഈ ആൽബം തുറന്നു നോക്കുക? കല്യാണം കഴിഞ്ഞിട്ട് എത്ര പേര് ഈ വിവാഹത്തിന്റെ വീഡിയോ CD ഒക്കെ ഇട്ട് കാണാറുണ്ട്? 1-2 തവണ അല്ലേ? എന്താണ് ഒരു പാക്കേജ്? ഇപ്പൊ ഒരു ഫോട്ടോ, മറ്റേ വീഡിയോ, സേവ് ദ ഡേറ്റ് എല്ലാം കൂടി എത്രയാ? 5 ലക്ഷം അല്ലേ? അങ്ങനെയൊക്കെ ലക്ഷങ്ങളാണ്, വലിയ പൈസയാണ്. ഇത് സമൂഹത്തിന്റെ ഒരു കോണിൽ ഇതുണ്ടായി. ബാക്കി എല്ലാവരുടെ മോള് മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ മകളുടെയും കല്യാണം അങ്ങനെ വേണം, എനിക്കും കല്യാണം അങ്ങനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുന്നേ എന്ന് പറഞ്ഞുള്ള ഒരു ഓട്ടമാണ്. ഇതിനൊരു അവസാനം ഉണ്ടാക്കാൻ എങ്ങനെ പറ്റുക? നിങ്ങൾ വിദ്യയെ ശരിയായി കാണുക, വിദ്യാഭ്യാസത്തെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊള്ളുക. വ്യക്തികളുടെ ശാക്തീകരണത്തിനാണ് വിദ്യാഭ്യാസമെന്നും ആ ശാക്തീകരണത്തിലൂടെയാണ് നിങ്ങളെ തൊഴിലിലേക്ക് എത്തിക്കുന്നതെന്നും, അല്ലാതെ കേവലം തൊഴിലിനു വേണ്ടി മാത്രം വിദ്യ അഭ്യസിക്കുന്നവരാണ് തൊഴിലിടങ്ങളിൽ ഹരാസ്മെന്റ് അനുഭവിക്കുന്നത്.